ഹലോ, ഇന്ന് ഷെയർ ചെയ്യുന്നത് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഡെസേർട്ടാണ്. പനീറൊക്കെ വെച്ചിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്ന. നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇത് എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം എല്ലാം കൂടെ ഒരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം 2 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ വേണ്ടത് അരക്കപ്പ് റവ ചേർത്ത് കൊടുക്കാം. പിന്നെ അരക്കപ്പ് മിൽക്ക് പൗഡർ, പാൽപ്പൊടിയും കൂടെ അരക്കപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1.5 കപ്പ് പഞ്ചസാര, ഒരിച്ചിരി 1 ടേബിൾ സ്പൂൺ മാത്രം ഞാൻ കുറച്ചിട്ടുണ്ട്. 1.5 കപ്പിനേക്കാളും 1.5 കപ്പാണ് കണക്ക് കേട്ടോ ഇതിൻ്റെ. ഇനി നമുക്കിത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് നല്ല അട്ടിക്കട്ടിയുള്ളൊരു പാത്രം വെച്ച് കൊടുക്കാം. ഇത് ചൂടായി വരുമ്പോഴേക്കും ഇതിലോട്ട് 1/2 കപ്പ് നെയ്യ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഈ ഒരളവിൽ നമ്മൾ 1/2 കപ്പ് നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ നേരത്തെ ബൗളിലിട്ട് വെച്ച കൂട്ട് ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ഒരു ബ്രൗൺ കളറാകുന്ന വരെ ഇത് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഇതുപോലെ എല്ലാം കൂടെ പഞ്ചസാരയും പാൽപ്പൊടിയും എല്ലാം കൂടെ ഒന്നിച്ച് ഇതുപോലെ ഇങ്ങനെ ചേർത്തിട്ട് ഇളക്കി കൊടുത്താൽ മതി. എന്നിട്ട് ഒരു ലൈറ്റ് ബ്രൗൺ കളറാകുന്ന വരെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ഇതാ എല്ലാം കൂടെ നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. നല്ലൊരു ലൈറ്റ് ബ്രൗൺ കളറായി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു കളറ് കിട്ടണം കേട്ടോ. ഈ ഒരു കളർ വരുന്നവരെ എന്തായാലും ഒന്ന് വറുത്തെടുക്കണം, ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഇനി ഇതിലോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് പനീറാണ്. അപ്പോൾ ഈ ഒരു അളവിൽ 400 ഗ്രാം പനീറാണ് ചേർത്ത് കൊടുക്കുന്നത്. പനീർ കൈകൊണ്ട് ഒന്ന് ക്രഷ് ചെയ്തിട്ട് നല്ലോണം ഒന്ന്, അല്ലെങ്കിൽ ഗ്രേറ്റ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നല്ലോണം ഒന്ന് കൈകൊണ്ട് തന്നെ ഒന്ന് പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. വലിയ പീസൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കൈകൊണ്ട് ഉതിർത്തെടുക്കാന്ന് പറയില്ലേ, ആ ഒരു രീതിയിൽ ആക്കിയെടുത്ത് ചേർക്കുന്നതായിരിക്കും കേട്ടോ ഒന്നും കൂടെ നല്ലത്. ഇനി ഈ ഒരു പനീർ ചേർത്തിട്ട് ഒരു 2 മിനിറ്റ് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് 2 മിനിറ്റൊക്കെ ഒന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതിപ്പോൾ 2 മിനിറ്റോളം ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്ന പാലാണ്, സാദാ പശുവിൻ പാൽ, പാക്കറ്റ് പാലില്ലേ, ആ ഒരു പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. 1.5 കപ്പ് പാലാണ് ഈ ഒരളവിൽ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം 1 കപ്പ് പിന്നെ അര കപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നെയ്യ് എടുത്തിട്ടുള്ള ആ 1 കപ്പിൽ തന്നെയാണ് ഞാൻ 1/2 കപ്പ് പാലെടുത്തത്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ഒരു നുള്ളുപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. ചെറിയൊരു മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളുപ്പ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിന്. ഇനി ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് ഇത് നന്നായിട്ട് വേകണം. ഇനി തിക്കായിട്ട് പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്നൊരു പരുവയില്ലേ, ആ ഒരു പരുവമാകുന്നവരെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട്. ഇതിപ്പോൾ പെട്ടെന്ന് റെഡിയായി കിട്ടുന്നുണ്ട്. അങ്ങനെ കുറേ സമയം ഇളക്കി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇതിപ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ തിക്കായി വന്നിട്ടുണ്ട്. ചെറുതായിട്ടല്ല, നല്ലോണം തിക്കായിട്ട് തന്നെ വന്നിട്ടുണ്ട്. പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്നൊരു പരുവം ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു 1-2 മിനിറ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഈ ഒരു രീതിയിലാണ് വേണ്ടത്. നല്ല തിക്കായി വന്നിട്ടുമുണ്ട്, പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്ന പരുവത്തിൽ കിട്ടിയിട്ടുമുണ്ട്. അതുപോലെ നെയ്യ് ചെറുതായിട്ട് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം നെയ്യിൻ്റെ ആ ഒരു ഇതൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ കാണുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമ്മൾ ഏത് ട്രെയിലാണ് സെറ്റ് ചെയ്യുന്ന ആ ഒരു ട്രെയിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ 2 മോൾഡിലായിട്ടാണ് ഇത് സെറ്റ് ചെയ്തെടുക്കുന്നുള്ളത്. ഈ ഒരു സിലിക്കോൺ ആകുമ്പോൾ നമുക്ക് ഡിമോൾഡ് ചെയ്തെടുക്കാൻ ഒന്നും കൂടെ ഈസിയാണ്. പിന്നെ നിങ്ങൾക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പിസ്ത പൊടിച്ചതോ അതുപോലെ അണ്ടിപ്പരിപ്പ് ക്രഷ് ചെയ്തതോ പിസ്ത ക്രഷ് ചെയ്തതൊക്കെ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ തൽക്കാലം ഇതിലോട്ടൊന്നും ഈ ഒരു സമയത്തൊന്നും ഡെക്കറേറ്റ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ പിന്നീട് നമ്മൾ സെർവ് ചെയ്യുന്ന സമയത്തൊക്കെ വേണമെങ്കിലൊക്കെ ഡെക്കറേറ്റ് ചെയ്യാം. നമ്മൾ ഇതിലോട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് പ്രസ് ചെയ്തിട്ട് തന്നെ മോൾഡിലോട്ട് ആക്കി കൊടുക്കാം കേട്ടോ. പ്രസ് ചെയ്തിട്ട് എന്നിട്ട് നമുക്കിത് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഒരു 2-3 മണിക്കൂറൊക്കെ കഴിയുമ്പോൾ ഇത് നല്ല ചൂടാറിയിട്ട് നല്ല സെറ്റായിട്ട് വരും. ഫ്രിഡ്ജിലൊന്നും വെക്കണ്ട, പുറത്തന്നെ വെച്ചാൽ മതി. ഇതിപ്പോൾ നല്ല ചൂടാറിയിട്ട് നല്ല സെറ്റായി വന്നിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ സിലിക്കോൺ ആകുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഡിമോൾഡ് ചെയ്തെടുക്കാനും പറ്റും. ഇനി ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് സെർവ് ചെയ്യാം. പനീർ വെച്ചിട്ടുള്ള ഒരു അഫ്ലാത്തൂണാണ്. നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട്. ഈ ഒരു രീതിയിൽ നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അതുപോലെ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇനി ഇതുപോലെ നല്ല റെസിപ്പിയുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.